അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ചു കാലം അകത്തിടാനുള്ള വകുപ്പൊക്കെ ഇതിനകത്തുണ്ട്, സ്വകാര്യത ലംഘിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില പ്രസ്താവനകളൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ അതൊന്നും വലിയ ഗൗരവമായിട്ട് ആരും എടുത്തിട്ടൊന്നുമില്ല. ശരിക്കും നമ്മുടെ ഒരുപക്ഷെ ഇതിനൊരു നിയന്ത്രണം വേണം. 2017 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്, എല്ലാവർക്കും സ്വകാര്യത എന്ന് പറയുന്നത് അവരുടെ ഒരു ഭരണഘടന അവർക്ക് നൽകുന്ന ഒരു മൗലിക അവകാശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ലംഘനം ഇല്ലാത്ത രീതിയിൽ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളെന്ന് വിചാരിച്ചിട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഒരു സൈഡിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളൊരു ഇപ്പം നേരത്തെ പറഞ്ഞു, ഈ ലക്ഷങ്ങളുടെ ഫോളോവേഴ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പം നമ്മളൊരു റീൽസ് ചിത്രീകരിക്കുന്നു, അത് ഏത് മരണ വീട്ടാവാം, അല്ലാതെയാവാം. അപ്പോൾ അതുവഴി ഒരു വ്യക്തിയുടെ കാര്യമായിരിക്കാം. അപ്പം 5 മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് കിട്ടും. പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ഡാമേജ് 5 വർഷം കഴിഞ്ഞാൽ പോലും മാറത്തില്ല എന്നുള്ളതൊരു വസ്തുതയുണ്ട്. അപ്പം അതും കൂടെ നമ്മൾ മനസ്സിലാക്കി വേണം ഇത്തരം കാര്യങ്ങളിൽ പെരുമാറാനുള്ളത്. നിയമപരമായിട്ട് പല കാര്യങ്ങളിലും ചിലയിടത്ത് നിരോധിതമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും, നിയമപരമുണ്ട്. ഇപ്പം തന്നെ നമുക്ക് DPDP ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രൈവസി വന്നതിന് ശേഷം അത്തരം നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമേ തടയാൻ പറ്റൂ. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇതൊരു മീഡിയ പ്രവർത്തനം കൂടാണ്. നിയമങ്ങൾ കൊണ്ട് മാത്രം തടയാൻ, നമുക്ക് നിയമം കൊണ്ട് മാത്രം തടയാൻ പറ്റും. ഇതിന് വേണ്ടത് ഒരു എത്തിക്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. നമുക്കൊരു മര്യാദ ഉണ്ടാകും. നമ്മുടെ ഫിസിക്കൽ ലോകത്ത് നമുക്കൊരു മര്യാദകളുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കാണിക്കുന്ന ഒരു മര്യാദയില്ലേ, ആ മര്യാദ നമ്മൾ ഡിജിറ്റൽ ലോകത്ത് നമ്മളൊരു റെസ്പോൺസിബിൾ ഡിജിറ്റൽ പൗരനായി മാറണം. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും കേസെടുത്തത് കൊണ്ടോ പിടിച്ച് ജയിലിലിട്ടത് കൊണ്ടോ അല്ല കുറച്ച് ദിവസത്തേക്ക് എടുത്തതുകൊണ്ട് മാത്രം വിഷയം തീരുന്നില്ല. അതിന് തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണം, അതുപോലെ തന്നെ ഒരു മര്യാദ ഇതിനെ ഭാഗത്ത് ഉണ്ടാവേണ്ടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.